ധനികനായ ബിസിനസ്സുകാരൻ മേനോന്റെ മകൾ ലത. അവൾക്ക് വരുന്ന അപരിചിതമായ ഒരു ഫോൺ കോളിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. തന്റെ പിതാവിനെ കുറിച്ചുള്ള രഹസ്യം പുറത്തു പറയാതിരിക്കാൻ 5 ലക്ഷം ആവശ്യപ്പെട്ട് രാജി എന്ന സ്ത്രീ ലതയെ കോൺടാക്ട് ചെയ്യുന്നു. പേടിച്ചുപോയ ലത ഈ സംഭവം കുടുംബവക്കീലായ ഹരിദാസിനെ അറിയിക്കുന്നു. അയാൾ ക്യാപ്റ്റൻ ഹരിഹരനിലേക്ക് ഈ വിഷയം റെഫർ ചെയ്യുന്നു. ആദ്യം ഹരിഹരൻ ഈ വിഷയം അന്വേഷിക്കാൻ അത്ര താല്പര്യം പ്രകടിപ്പിച്ചില്ലെങ്കിലും പിന്നീട് അന്വേഷണമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അതിനിടെയാണ് രാജിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഹരിയുടെ സുഹൃത്തു കൂടിയായ ഇൻസ്പെക്ടർ രാജിയുടെ മരണത്തെക്കുറിച്ച് ഹരിയെ അറിയിക്കുന്നു. രാജിയുടെ മരണത്തിൽ മേനോന്റെ 2 പെൺമക്കളെയും തനിക്ക് സംശയമുണ്ടെന്ന് ഹരി ഇൻസ്പെക്ടറോട് പറയുന്നു. അതേസമയം അവരുടെ കസിനായ സുരേഷിനെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ഇതോടെ ഹരിയുടെ അന്വേഷണം ലതയിലേക്കും സഹോദരി മാലിനിയിലേക്കും തിരിയുന്നു. മാലിനിയുടെ വീട്ടിൽ നിന്ന് ലഭിച്ച ഒരു വസ്ത്രത്തിലെ കറ രക്തമാണെന്ന് പരിശോധിക്കാൻ ഹരി ലാബിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് മേനോന്റെ കുടുംബ ഡോക്ടറെ കാണുകയും പരിചയം പുതുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഡ്രസ്സിൽ പറ്റിയത് രക്തക്കറയല്ലെന്നും മറ്റെന്തോ കറയാണെന്നും തെളിയുന്നു. അതുപോലെ ലതയുടെ കാറിൽ നിന്ന് ലഭിച്ച ഗൺ ടെസ്റ്റിംഗിനായി കൊണ്ടുപോകുന്നു. അതിലൊരു സ്ത്രീയുടെ വിരലടയാളം പതിഞ്ഞതായി ഫോറൻസിക് വിദഗ്ധൻ കണ്ടെത്തുന്നു. ഡോക്ടറെ വിളിച്ചതിനെ തുടർന്ന് ക്ലിനിക്കിലെത്തിയ ഹരിക്ക് ഡോക്ടർ സുരേഷിന്റെ പേഴ്സ് കൈമാറുന്നു. ആ പേഴ്സിൽ നിന്ന് ലഭിച്ച ഒരു കീയുമായി സുരേഷിന്റെ വീട്ടിലേക്ക് ഹരി പോകുന്നു. അവിടെ വെച്ച് രാജിക്ക് അവളുടെ അച്ഛൻ അയച്ച ഒരു ലെറ്റർ കിട്ടുന്നു. മേനോന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു രാജിയുടെ അച്ഛൻ. അയാളുടെ ഒരു വലിയ രഹസ്യം തനിക്കറിയാമെന്നും അത് പുറത്തറിയാതിരിക്കാൻ തനിക്കെന്നും പണം നൽകാറുണ്ടെന്നും നിനക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അയാളെയോ അയാളുടെ സഹോദരിയോ വിളിച്ച് പണത്തിന് ആവശ്യപ്പെടാമെന്നും അച്ഛൻ ആ കത്തിൽ പറയുന്നു. ഇതേക്കുറിച്ച് മേനോന്റെ സഹോദരിയോട് സംസാരിച്ചപ്പോഴാണ് ആ വലിയ രഹസ്യം ഹരി മനസ്സിലാക്കുന്നത്. മേനോന്റെ ഭാര്യ തീകൊളുത്തി ആത്മഹത്യ ചെയ്തല്ലെന്നും ഭാര്യയും സുഹൃത്തുമായുള്ള മോശമായ ബന്ധം കണ്ടതിനെ തുടർന്ന് അവളെ മേനോൻ തീകൊളുത്തി കൊല്ലുകയായിരുന്നുവെന്നും ഇതെല്ലാം രാജയുടെ അച്ഛൻ അറിയാമെന്നും അതുകൊണ്ടാണ് പണം നൽകിയതെന്നും അവർ പറയുന്നു. ഗണ്ണിലെ ഫിംഗർ പ്രിന്റ് ലതയുടേതല്ലെന്നും അത് മാലിനിയുടേതാണെന്നും ഹരി തിരിച്ചറിയുന്നു. മാലിനി ചോദ്യം ചെയ്തപ്പോഴാണ് രാജിയെ താനാണ് കൊന്നതെന്ന് അവൾ സമ്മതിക്കുന്നത്. എന്നാൽ മാലിനിയുടെ ഗണ്ണിലെ ബുള്ളറ്റ് അല്ലാതെ കുറച്ച് വലിയ ബുള്ളറ്റ് കൂടി രാജയുടെ ശരീരത്തിൽ തറച്ചിരുന്നു. അപ്പോഴാണ് മാലിനി പറയുന്നത് ഡോക്ടർക്ക് ഇതെല്ലാം അറിയാമെന്നും ഞാൻ പോലീസിനെ അറിയിക്കാമെന്ന് പറഞ്ഞതാണെന്നും എന്നാൽ ഡോക്ടറാണ് സമ്മതിച്ചില്ലെന്നും പറയുന്നു. അപ്പോഴാണ് ഹരിക്ക് മനസ്സിലാവുന്നത് ഡോക്ടറാണ് കഥയിലെ വില്ലനെന്ന്. എന്നാൽ ഇതേ സമയം ഡോക്ടർ ലതയെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഹരി അയാളെ അതിൽ നിന്ന് തടുക്കുകയും ലതയെ രക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഡോക്ടർ സത്യങ്ങൾ തുറന്നു പറയുന്നത്. മാലിനിയുടെ വെടികൊണ്ട് വീണ രാജി കൊല്ലപ്പെട്ടില്ലെന്നും മാലിനി തന്റെ ഇഷ്ടം നിരസിച്ചത് മൂലവും മാലിനിയുടെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ വേണ്ടിയും മാലിനി തന്റെ ചൊൽപ്പടിക്ക് നിർത്താൻ ഇതൊരു അവസരമായെന്നും കണക്കുകൂട്ടി താനാണ് രാജിയെ കൊന്നതെന്നും ഡോക്ടർ വിളിച്ചു പറയുന്നു. അങ്ങനെ മേജർ ഹരി പുതിയ അന്വേഷണ തലത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതോടെ കഥ അവസാനിക്കുന്നു.